നോക്കിക്കേ. ചേട്ടാ ചേട്ടാ കാട്ടോർമ്മ ചേട്ടാ. പ്രിയമുള്ളവരെ, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഞങ്ങൾ ചെറുക്കന്റെ വീട്ടുകാരുടെ കലാപരിപാടികളാണ്. ഞങ്ങളൊരു ടിപ്പിക്കൽ മലയാളി ഫാമിലിയാണ്. അതുകൊണ്ട് കസിൻസ് കൂടുമ്പോൾ ഇതുപോലൊരു വെള്ളം കളിയൊക്കെ ഉള്ളതാണ്. ഞങ്ങളെല്ലാം കലാകാരന്മാരാണ്. കണ്ടില്ലേ, തകർത്ത് പാടാണ്. ഇതൊന്നും അല്ല, കുറെ ഉണ്ടായിരുന്നു. എനിക്ക് വീഡിയോ എടുക്കാൻ മിസ്സായിപ്പോയി. അപ്പൊ ഇതെന്താ സംഭവം എന്നല്ലേ, ഇത് ഞങ്ങളുടെ ബേബീന്റെ നൂലുകെട്ടാണ്. ഇതാ ഈ ഔട്ട് ഓഫ് ഫോക്കസിൽ കിടക്കുന്ന ഞാനാണ് ആ ബേബി. ഞങ്ങളുടെ നൂലുകെട്ട് തുടങ്ങാൻ പോവാട്ടോ. എല്ലാവരും സെറ്റായി. ആ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന സെറ്റപ്പൊക്കെ എൻ്റെ സ്വന്തം കലയാണ്. പിന്നെ എൻ്റെ കസിൻ പിള്ളേരും ഹെൽപ്പ് ചെയ്തു. പക്ഷെ മെയിൻ ഞാനാട്ടോ. അപ്പോൾ കുറേ ആളൊക്കെ വന്നിട്ട് നമ്മൾ നൂല് കെട്ടുന്ന റെഡി ആയിട്ടുണ്ട്. ഇടയ്ക്ക് എന്തൊക്കെയോ പറയണുണ്ട്. ബേബിക്കാണ് ഒന്നും മനസ്സിലാവണില്ല. ഇതാ കരച്ചിലും തുടങ്ങി കഴിഞ്ഞു. ഒരു നൂല് കെട്ടലിലാണോ ഇത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ച് എന്നെ തുണിയില്ലാണ്ട് നിർത്തിയേക്കുന്നതെന്നായിരിക്കും ഇപ്പോൾ അവള് ചിന്തിക്കുന്നത്. അങ്ങനെ കെട്ടിക്കഴിഞ്ഞു. ഈ അച്ഛനമ്മ എന്താ കാണിക്കണേ? എന്നെ വെച്ചിങ്ങനെ നിരങ്ങല്ല, എനിക്ക് വയ്യ. ഇനിയിപ്പോ എന്താണാവോ അടുത്ത്? സ്വർണ്ണമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എത്ര പവനാന്ന് അപ്പൂപ്പൻ്റെ അടുത്ത് ചോദിക്കണം. ഒന്ന് വളർന്നോട്ടെ. ഞാൻ വളർന്നു വരുമ്പോ ഇതൊക്കെ ഉണ്ടാവോ? അച്ഛൻ്റെ പിടുത്തം അത്ര ശരിയല്ലല്ലോ. കുഴപ്പമില്ല, ചോദിച്ച് ഞാൻ വാങ്ങിക്കും. ഞാനാരാ മോള്. ഈ അമ്മ ഇന്ന് ഞാൻ കുടിച്ച പാലെല്ലാം ഛർദിപ്പിക്കും. എൻ്റെ അമ്മയെ പയ്യെ പിടിക്കേ, ഞാനങ്ങോട്ട് ഓടൂല. അങ്ങനെ നൂലുകെട്ടിന്റെ ക്ഷീണം മാറ്റാൻ കുറച്ച് പാലും കുടിച്ചിട്ട് റെസ്റ്റ് എടുക്കാനും സമ്മതിക്കൂല. അപ്പത്തേക്ക് ഫോൺ കൊണ്ട് വന്നേക്കുക. ഈ ചിറ്റയുടെ കാര്യം ഞാൻ ഒന്ന് വലുതായിക്കോട്ടെ എന്നായിരിക്കും അവളിപ്പം ചിന്തിക്കുന്ന മൈൻഡ് വോയിസ്. കുഴപ്പമില്ല, ഇതൊക്കെ എന്ത് ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു. നീ ഒന്ന് വലുതാവ് കേട്ടാ. അയ്യോ കരയുന്നു. ഓക്കെ ബൈ, ഇനി പിന്നെ കാണാം കേട്ടാ.